വോട്ടർ പട്ടികയിലെ ക്രമക്കേടുകൾ പുറത്തുകൊണ്ടുവന്ന രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് പെരിന്തൽമണ്ണയിൽ നജീബ് കാന്തപുരം എംഎൽഎയുടെ നേതൃത്വത്തിൽ ബഹുജന നൈറ്റ് മാർച്ച് നടന്നു. മനഴി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ച് ടൗൺ സ്ക്വയറിന് സമീപം സമാപിച്ചു. മതേതര ജനാധിപത്യ വിശ്വാസികളായ നൂറുകണക്കിന് ബഹുജനങ്ങൾ മാർച്ചിൽ അണിനിരന്നു. രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം, തെരഞ്ഞെടുപ്പ് കമ്മീഷൻ, ബിജെപിയുടെ കമ്മീഷൻ ഏജന്റ്, ഇന്ത്യയിൽ ജനാധിപത്യം അപകടത്തിൽ തുടങ്ങിയ മുദ്രാവാക്യങ്ങൾ അടങ്ങിയ പ്ലക്കാർഡുകളും പന്തവുമേന്തിയാണ് ജനങ്ങൾ മാർച്ചിൽ അണിനിരന്നത്. ഇന്ത്യൻ ഭരണഘടനയെ വികൃതമാക്കാൻ നരേന്ദ്രമോദിക്ക് ഒരിക്കലും സാധിക്കില്ലെന്നും രാജ്യത്തിന്റെ ഭരണഘടനയും ജനാധിപത്യവും മതേതരത്വവും കാത്തുസൂക്ഷിക്കാൻ ഇന്ത്യൻ ജനതയ്ക്ക് സാധിക്കുമെന്നും നജീബ് കാന്തപുരം എംഎൽഎ പറഞ്ഞു. ജീവൻ നൽകിയും കൂടെ നിൽക്കാൻ ഇന്ത്യയിൽ മനുഷ്യർ അവശേഷിക്കുന്നുണ്ട് എന്നതാണ് പ്രധാനം. ഞങ്ങൾക്ക് ഞങ്ങളുടെ രാജ്യം വേണം. ഇന്ന് നമ്മുടെ സ്വാതന്ത്ര്യ ദിനമാണ്. നമ്മുടെ പൂർവ്വസൂരികളായ മനുഷ്യർ മതം നോക്കാതെ, ജാതി നോക്കാതെ ഈ രാജ്യത്തൊരു പോരാട്ടം നടത്തിയിട്ടുണ്ട്. അത് ഇന്ത്യക്ക് വേണ്ടിയുള്ള പോരാട്ടമാണ്. ആ പോരാളികളുടെ ചോരയാണ് ഞങ്ങളുടെ ഞരമ്പുകളിലെങ്കിൽ രാഹുൽജി, ഞങ്ങൾ ഇവിടെ പ്രഖ്യാപിക്കുന്നു, ഏതു തരത്തിലുള്ള പ്രതികൂല സാഹചര്യങ്ങൾ ഈ രാജ്യത്തുണ്ടായാലും ഞങ്ങൾ ജീവൻ നൽകി അവസാന ശ്വാസം വരെയും പോരാട്ടത്തിന് അങ്ങയുടെ പിറകിലുണ്ടാകും. രാജ്യം ഞങ്ങളുടേതാണ്, രാജ്യം സംഘികളുടേതല്ല എന്ന് പ്രഖ്യാപിക്കുന്ന ഈ സമാപന സംഗമത്തിൽ കോൺഗ്രസ് വക്താവ് സന്ദീപ് വാര്യർ മുഖ്യപ്രഭാഷണം നടത്തി. തൃശൂരിൽ ഞങ്ങൾ 60,000 കള്ളവോട്ട് ചേർത്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി തൂങ്ങിച്ചത്തൂടെ എന്നാണ് കേരള പൊതുസമൂഹത്തോട് സുരേന്ദ്രൻ എന്ന് പറയുന്ന ബിജെപിയുടെ നേതാവ് ചോദിച്ചത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നമ്മുടെ ജനാധിപത്യത്തെയും നമ്മുടെ തെരഞ്ഞെടുപ്പുകളെയും നമ്മുടെ അത് പവിത്രമായി കരുതുന്ന നമ്മുടെ വോട്ടർ പട്ടികയെയും മലീമസമാക്കിയതിനു ശേഷം കേരളത്തിലെ രാജ്യത്തെയും പൊതുസമൂഹത്തെ വെല്ലുവിളിക്കുന്ന നിലപാടെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ അവരോട് പറയാൻ ആഗ്രഹിക്കുന്നത്, ഈ കേരളത്തിലെ പ്രബുദ്ധ ജനത അതിന് മാപ്പ് തരാൻ പോകുന്നില്ല. അതുകൊണ്ട് സുരേന്ദ്രനോട് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. സുരേന്ദ്രൻ പറഞ്ഞത് ശോഭയെ മത്സരിപ്പിക്കുന്ന മറ്റേ എനിക്ക് പകരം രമൺ ഗോദായിലേക്ക് ഇറങ്ങുമെന്ന് പറയുന്നത് പോലെ. അപ്പോൾ സുരേന്ദ്രനോട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചങ്കൂറ്റമുണ്ടെങ്കിൽ സുരേന്ദ്രൻ തൃശ്ശൂരിൽ മത്സരിക്കണമെന്ന്. ഞാൻ ഉറപ്പ് നൽകുന്നു, തൃശൂരിലെ കോൺഗ്രസ്. ഇലക്ഷൻ കമ്മീഷൻ ബിജെപിക്ക് വേണ്ടി അടിമപ്പണിയെടുക്കുകയാണ്. കെ സുരേന്ദ്രൻ ധൈര്യമുണ്ടെങ്കിൽ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തൃശൂരിൽ മത്സരിക്കാൻ തയ്യാറാവണമെന്ന് സന്ദീപ് വാര്യർ വെല്ലുവിളിച്ചു. സമാപന സംഗമത്തിൽ എ കെ നാസർ, സി സുകുമാരൻ, എ ആനന്ദൻ, അഡ്വക്കേറ്റ് എ കെ മുസ്തഫ, അഡ്വക്കേറ്റ് രാജേന്ദ്രൻ, നാലകത്ത് ഷൌക്കത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി. CCN പെരിന്തൽമണ്ണ.